മലങ്കരയുടെ മണിക്കേരതിൽ ഉയരട്ടെ സതതം വിശുദ്ധമീ സഭ. മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭ, മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭ. ആഗോളമെങ്ങും കർത്താവിൻ സൽ സന്ദേശങ്ങളെ ഉജ്വലമാ മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭയെന്നുമേ ഘോഷിക്കുന്നു. മാർത്തോമാ ശ്ലീഹ കേരളക്കരയിൽ നട്ടു വളർത്തിയ മഹനീയമീ സഭയിൽ കിഴക്കിൻ്റെ കാതോലിക്ക സ്ഥാപനം വിളങ്ങിടുന്നു. ജയതേ തിരുസഭയേ, ജയ ജയതേ ജയതേ. ശേരിൽ മാർദീവന്യാസ്യോസും നൽവിശുദ്ധ ധീരപിതാക്കന്മാർ തിരുസഭയെ നയിച്ചു നല്ലിടയന്മാർ. യേശുവിൻ സന്ദേശ പ്രഭവീതറി മുന്നേറിടട്ടെന്നും വിശുദ്ധമീ സഭ. ജയ ജയതേ തിരുസഭയേ, ജയ ജയതേ ജയതേ. ഇത് ന്യൂഡൽഹി നഗരം. ചരിത്രം ഘനീഭവിച്ച രാജവീഥികളാണിത്. താജ്മഹലും ചെങ്കോട്ടയും കുത്തബ് മീനാറും ഫത്തേപൂർ സിക്രിയും ഉൾപ്പെട്ട ചരിത്ര സ്മാരകങ്ങളുടെ നഗരം. മുഹമ്മദ് ഗോറിയും കുത്തബ് ബീനും ഖിൽജിമാരും മുഗൾ ചക്രവർത്തിമാരും ബ്രിട്ടീഷുകാരുമെല്ലാം ഈ നഗരം ആസ്ഥാനമാക്കി ഭരിച്ചവരാണ്. ഇന്നിത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരമാണ്. അതെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാനം. ചരിത്ര സ്മാരകങ്ങളുടെ ഈ നഗരത്തിൽ തുഗ്ലക്ബാദിന് സമീപമായി തല ഉയർത്തി നിൽക്കുന്ന ഈ മന്ദിരം, ഇതാണ് ഡൽഹിയിലെ ഓർത്തഡോക്സ് സെന്റർ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഡൽഹി ഭദ്രാസനത്തിന്റെ ആസ്ഥാന മന്ദിരമാണിത്. ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ ക്രൈസ്തവ സമൂഹത്തിന് തലസ്ഥാന നഗരത്തിലുള്ള ആസ്ഥാനം. ക്രിസ്തുമതത്തിന്റെ പിറവി നൂറ്റാണ്ടിൽ തന്നെ അപ്പോസ്തലനായ മാർത്തോമാ ശ്ലീഹായാൽ ഭാരതത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ് മലങ്കര സഭ. ഭാരതീയ സംസ്കൃതിയുടെ ആരൂഢത്തിൽ ഉറച്ചുനിന്ന് ക്രൈസ്തവ ദർശനങ്ങൾ വ്യാപിപ്പിക്കുന്ന മലങ്കര സഭയ്ക്ക് രാജ്യ തലസ്ഥാനത്ത് മാത്രമല്ല, നിരവധി വൈദേശിക രാജ്യങ്ങളിൽ പോലും ഇന്ന് സഭാസ്ഥാപനങ്ങളുണ്ട്. 2 സഹസ്രാബ്ദ കാലത്തോളം പാരമ്പര്യമുള്ള മലങ്കര സഭയുടെ ചരിത്രമാണ് മലങ്കരയുടെ മണിത്തേരിൽ എന്ന ഈ പരമ്പരയ്ക്ക് ആധാരം. ഇത് ബേത്ലഹേം നഗരം. യഹൂദിയായ്ക്കടുത്തുള്ള ഈ പുണ്യഭൂമിയിലാണ് 2000 വർഷങ്ങൾക്കപ്പുറം ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചത്. പാപത്തിന്റെ ഇരുണ്ട ലോകത്തു നിന്നും ദൈവമാർഗത്തിലേക്ക് ലോകരെ നയിക്കാനായി സഹനത്തിന്റെ പാതയിലൂടെയുള്ള സഞ്ചാരമായിരുന്നു യേശുവിന്റെ ജീവിതം. അതിനുവേണ്ടി കുരിശുമരണത്തിന്റെ പീഡാനുഭവം വരിച്ചവനാണ് യേശു.
യേശുവിന്റെ ജീവിതവും സന്ദേശവും ഇന്നൊരു മതമാണ്. യേശുവിന്റെ പിറവി നൂറ്റാണ്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിലൂടെ ആ മതം ലോകമെങ്ങും പ്രചരിച്ചു. ഗലീല കടലിന്റെ തീരത്ത് നിന്നാണ് യേശു തന്റെ അരുളപ്പാടുകൾ ആദ്യം ശിഷ്യരെ അറിയിച്ചിരുന്നത്. ആ തീരത്തു നിന്നും അതേ നൂറ്റാണ്ടിൽ തന്നെ ആ മതം അറബിക്കടലിന്റെ തീരഭൂമിയായ ഈ മണ്ണിലും എത്തിയിരുന്നു. ക്രിസ്തുവിന്റെ ജനനത്തിനു മുമ്പ് തന്നെ കടലിനക്കരെയുള്ള ദേശങ്ങളിൽ പോലും പെരുമമുറ്റിയ സുഗന്ധവിളകളുടെ ആരാമമാണിത്. കേരളത്തിന്റെ മണ്ണിൽ സുലഭമായിരുന്ന ഏലവും ചുക്കും കുരുമുളകും ഗ്രാമ്പുവും ചന്ദനവും ആനക്കൊമ്പും തേടി നൂറ്റാണ്ടുകൾക്കപ്പുറം എത്രയോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വണിക്കുകൾ ഈ തീരത്തേക്ക് കപ്പലോടിച്ചെത്തിയിരുന്നു. വ്യത്യസ്ത രാജ്യങ്ങളുമായുള്ള ഈ വാണിജ്യബന്ധം കേരളത്തിന്റെ സംസ്കൃതിയെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു. വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ സംഗമഭൂമിയായി കേരളം മാറിയത് അങ്ങനെയാണ്. ബുദ്ധ ജൈന മതങ്ങൾ അവയുടെ പ്രാരംഭദശയിൽ തന്നെ പ്രചരിച്ച കേരളത്തിൽ ക്രൈസ്തവ ഇസ്ലാമിക മതങ്ങളും ആഴത്തിൽ വേരൂടി. ഈ രണ്ട് മതങ്ങളും അവയുടെ പിറവികാലത്ത് തന്നെ കേരളത്തിലെത്തിയിരുന്നു. മോസ്കുകളുടെയും പള്ളികളുടെയും ക്ഷേത്രങ്ങളുടെയും നാടാണ് കേരളം. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ദിവസം 5 നേരം ഇസ്ലാമിക ദേവാലയങ്ങളിൽ നിന്ന് ഇവിടെ ബാങ്കുവിളികൾ ഉയരുന്നു. ക്രൈസ്തവ സമൂഹത്തിന്റെ പെരുമ ഘോഷിക്കുന്ന ദിവ്യ ദേവാലയങ്ങളും ഈ മണ്ണിലേറെയാണ്. ഗായത്രി മന്ത്രം ഉരുവിടുന്ന നാട്ടുംപുറങ്ങളും വിശുദ്ധി വഴിയുന്ന എണ്ണമറ്റ ക്ഷേത്ര സങ്കേതങ്ങളും ഈ മണ്ണിന്റെ പ്രത്യേകതയാണ്. പ്രബല മതങ്ങളുടെ സംഗമഭൂമിയാണ് കേരളം. മതമൈത്രിയുടെ നാടെന്നാണ് കേരളം അറിയപ്പെടുന്നത് തന്നെ. പശ്ചിമഘട്ട മലനിരയുടെ താഴ്വാര ഭൂമിയായ കേരളം. വിദേശ വ്യാപാരികൾക്ക് ഇത് മലബാർ തീരമാണ്. മല അതിരായുള്ള ഈ കരഭൂമിയിലാണ് ലോകത്തെ ആദ്യത്തെ ക്രൈസ്തവ സഭകളിലൊന്നായ മലങ്കര സഭ പിറവികൊണ്ടത്. യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ തോമാസ് ശ്ലീഹായാണ് മലങ്കരയുടെ സ്ഥാപകൻ എന്നാണ് വിശ്വാസം. ക്രൂശ് മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നിർദ്ദേശപ്രകാരമാണ് സെന്റ് തോമസ് ഇന്ത്യയിലെത്തിയത്. ക്രിസ്തു സന്ദേശ പ്രചരണാർത്ഥം ഓരോ ദേശത്തേക്കും പോകാൻ ഉറച്ച ശിഷ്യന്മാർ തങ്ങൾ പോകേണ്ട ദിക്കുകൾ ഏതെന്ന് നിശ്ചയിക്കാനായി കുറിയിട്ടിരുന്നു. ആ കുറിയിടലിൽ ഇന്ത്യയിൽ പോകണം എന്ന നിയോഗമാണ് തോമാസ് ശ്ലീഹായ്ക്ക് ലഭിച്ചത്. എന്നാൽ വഴിദൂരവും ഭാഷാപരിചയക്കുറവും നിമിത്തം അദ്ദേഹം മടിച്ചു നിന്നെങ്കിലും യേശു അദ്ദേഹത്തിന് പ്രത്യക്ഷനായി ഇന്ത്യയിലേക്ക് പോകാൻ മടിക്കേണ്ടതില്ല എന്നറിയിക്കുകയായിരുന്നു. ഹാബാൻ എന്ന വ്യാപാരിയുടെ കപ്പലിലാണ് സെന്റ് തോമസ് ഇന്ത്യയിലേക്ക് പോകുന്നതെന്നാണ് വിശ്വാസം. ഗോണ്ടഫോറസ് എന്ന ഇന്ത്യൻ രാജാവിന് കൊട്ടാരം പണിയാൻ ഒരു ശില്പിയെ തേടിപ്പോയതാണ് ഹാബാൻ. തോമാസ് ശ്ലീഹായെ ഇന്ത്യയിലേക്ക് അയക്കാൻ പറ്റിയ മാർഗം അതാണെന്ന് മനസ്സിലാക്കിയ കർത്താവ് ഹാബാന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തനിക്കൊരു ശില്പിയായ അടിമയെ വിൽക്കാനുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. തോമാസ് ശ്ലീഹായായിരുന്നു കർത്താവ് ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ ശില്പി എന്ന നിലയിൽ ഹാബാന് കൈമാറ്റപ്പെട്ട ശ്ലീഹ നീണ്ട കപ്പൽ യാത്രയ്ക്കൊടുവിൽ ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ഗോണ്ടഫോറസിന്റെ രാജ്യത്ത് നിന്ന് AD 52 ശ്ലീഹ കൊടുങ്ങല്ലൂരിലെത്തിയത്. കേരളത്തിൽ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാല്യങ്കര എന്ന സ്ഥലത്താണ് തോമാസ് ശ്ലീഹ തന്റെ സുവിശേഷ വേല തുടങ്ങിവെച്ചത് എന്നാണ് വിശ്വാസം. ബ്രാഹ്മണരടക്കം ഒട്ടേറെ പേർ ഇവിടെ വെച്ച് അദ്ദേഹത്തിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ക്രിസ്തുമാർഗം അവലംബിക്കുകയും ചെയ്തു. കർത്താവിന്റെ അനുഗ്രഹത്താൽ ഒട്ടേറെ അത്ഭുത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാണ് ശ്ലീഹ ഇവിടുത്തുകാരുടെ വിശ്വാസം ആർജിച്ചത്. മാല്യങ്കരയിൽ ശ്ലീഹ ഒരു ദേവാലയവും കുരിശും സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. പാലയൂർ പള്ളിയിലും അദ്ദേഹം ഒരു കുരിശ് സ്ഥാപിച്ചിരുന്നു. പാലയൂരിൽ അദ്ദേഹം സ്ഥാപിച്ച ദേവാലയത്തിന്റെ സ്ഥാനത്ത് കാലാന്തരത്തിൽ പുതുക്കിപ്പണിത വിസ്തൃതമായ ദേവാലയത്തിനുള്ളിലാണ് പൗരാണികമായ ആ കുരിശുള്ളത്. 20 വർഷ കാലയളവിനുള്ളിൽ വിവിധ ഘട്ടങ്ങളിലായി കേരളത്തിനകത്ത് സുവിശേഷ പ്രവർത്തനം നടത്തിയ ശ്ലീഹ ഇവിടെ 7.5 പള്ളികൾ സ്ഥാപിച്ചുവെന്നാണ് വിശ്വാസം. കേരളത്തിലെ പ്രശസ്ത ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായി ഇന്നറിയപ്പെടുന്ന മലയാറ്റൂർ മലയിലും
തോമാസ് ലീഹ സുവിശേഷ പ്രവർത്തനത്തിനെത്തിയതായിട്ടാണ് പറയപ്പെടുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടുമാത്രമേ വിശ്വസിക്കൂ എന്ന് തറപ്പിച്ചു പറയുകയും തന്റെ അരുമനാഥൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന ഏറ്റവും ഉത്തുംഗമായ പ്രഖ്യാപനം നടത്തുകയും ചെയ്ത വിശ്വാസവീരനാണ് മാർ തോമാസ് ലീഹ. ബ്രാഹ്മണരുടേതുൾപ്പെടെയുള്ള നിരവധി കുടുംബക്കാർ അക്കാലത്ത് ശ്ലീഹയുടെ ഉപദേശപ്രകാരം ക്രൈസ്തവ വിശ്വാസികളായി മാറി. ശങ്കരപുരി, പകലോമറ്റം, കള്ളി, കാളിയാങ്കൽ തുടങ്ങിയ പ്രമുഖ കുടുംബങ്ങൾ ശ്ലീഹയുടെ നിർദ്ദേശപ്രകാരം ക്രിസ്തുമതം സ്വീകരിച്ചു. തോമാസ് ലീഹയിലൂടെ ക്രിസ്തുമാർഗത്തിലേക്ക് വന്നവർ പിൽക്കാലത്ത് ഒരു സഭാവിഭാഗമായി പ്രവർത്തിച്ചു തുടങ്ങി. മലയാളക്കരയിൽ തന്റെ സഭാപ്രവർത്തനങ്ങൾക്ക് ശ്ലീഹ തുടക്കം കുറിച്ചത് മാല്യങ്കരയിൽ വച്ചായതുകൊണ്ട് മലങ്കര സഭ എന്ന പേരിൽ അറിയപ്പെട്ടുവെന്നാണ് വിശ്വാസം. മലബാറിലെ സഭ എന്ന അർത്ഥത്തിലാണ് മലങ്കര സഭ എന്ന് വിളിക്കപ്പെട്ടത് എന്ന് ചില ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. സെന്റ് തോമസ് മൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മലമുകളിൽ ശ്ലീഹായുടെ സ്മരണാർത്ഥം ഇന്നൊരു ദേവാലയമുണ്ട്. ശ്ലീഹായുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ബ്ലീഡിംഗ് ക്രോസ് ഇവിടെ തീർത്ഥാടകരെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. യേശുക്രിസ്തുവിനു വേണ്ടിയുള്ള ധീരമായൊരു രക്തസാക്ഷിത്വമായിരുന്നു തോമാസ് ലീഹായുടേത്. AD 72 ആണ്ടിൽ മൈലാപ്പൂരിൽ വെച്ച് കുന്തം കൊണ്ടുള്ള കുത്തേറ്റാണ് ശ്ലീഹായുടെ മരണം. ക്രൈസ്തവ ദർശനങ്ങളിൽ അടിയുറച്ചു വിശ്വസിച്ച് അതിനായി ജീവൻ വെടിഞ്ഞ ആ ദിവ്യയോഗിയെ മൈലാപ്പൂരിൽ തന്നെയാണ് അടക്കം ചെയ്തത്. ക്രിസ്തുവർഷം 4-ാം ശതകത്തിൽ തോമാസ് ലീഹായുടെ പൂജ്യ അവശിഷ്ടങ്ങളിലധികവും എഡേസായിലേക്കും പിന്നീട് അവിടെ നിന്ന് ഇറ്റലിയിലെ ഓർത്തോനായിലേക്കും കൊണ്ടുപോയി. ഏറെ ത്യാഗപൂർണമായ അനുഭവങ്ങളിലൂടെയും തന്റെ രക്തസാക്ഷിത്വത്തിലൂടെയുമാണ് മാർ തോമാസ് ലീഹ മലയാളക്കരയിൽ ക്രിസ്തുമതത്തിന് അസ്ഥിവാരമുറപ്പിച്ചത്. ശ്ലീഹ ദേവാലയങ്ങൾ സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന മാല്യങ്കര, പാലയൂർ, പറവൂർ, നിരണം, ചായൽ, ഗോക്കമംഗലം, കുരക്കേണിക്കൊല്ലം, തിരുവാങ്കോട് എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവിടെ ആദ്യത്തെ ക്രിസ്തീയ സഭയുടെ വളർച്ച. ശ്ലീഹായ്ക്ക് ശേഷം സഭയുടെ നേതൃത്വ സ്ഥാനത്തിരുന്ന അഭിവന്ദ്യ വൈദികരെല്ലാം തന്നെ സഭാസ്നേഹവും കർത്താവായ യേശുവിലുള്ള അചഞ്ചല വിശ്വാസവും ദീർഘവീക്ഷണവുമുള്ളവരായിരുന്നു. അവരുടെ പരിലാളനയിൽ വളർന്നു പന്തലിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ന് മലങ്കര സഭ. കാലാകാലങ്ങളിൽ വിദേശീയരും സ്വദേശീയരുമായ പല ഭരണാധികാരികളിൽ നിന്നും കടുത്ത ചില എതിർപ്പുകൾ മലങ്കര സഭയ്ക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം അതിജീവിച്ച് 2 സഹസ്രാബ്ദമായി വളർന്ന് പന്തലിക്കുകയാണ് സഭ. വളർച്ചയുടെ പാതയിലൂടെ സഭയെ നയിച്ച അഭിവന്ദ്യ വൈദികരുടെ വലിയൊരു നിര തന്നെയുണ്ട്. മാർ തോമാസ് ലീഹായുടെ കാലത്ത് അദ്ദേഹം വൈദിക സ്ഥാനം നൽകി അനുഗ്രഹിച്ചവരാണ് ശ്ലീഹായുടെ മരണാനന്തരം കുറെ കാലം സഭയെ നയിച്ചത്. ആ വൈദികർ കാലം ചെയ്ത ശേഷം തദ്ദേശീയരായ വൈദികരുടെ കുലമറ്റു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സഭയെ നയിക്കാനെത്തിയവർ പേർഷ്യൻ സഭയിൽ നിന്നുള്ള മേൽപ്പട്ടക്കാരായിരുന്നു. മാർ തോമാസ് ലീഹ തന്നെയാണ് പേർഷ്യൻ സഭയുടെയും സ്ഥാപകൻ. ആ ബന്ധം മൂലമാണ് പേർഷ്യയിൽ നിന്ന് കാലാകാലങ്ങളിൽ മേൽപ്പട്ടക്കാരെത്തി മലങ്കര സഭയുടെ ആത്മീയ കാര്യങ്ങൾ നിവർത്തിച്ചു പോകുന്നത്. മലങ്കര സഭയും പേർഷ്യൻ സഭയും തമ്മിൽ ഈ വിധത്തിലുള്ള ബന്ധം തുടങ്ങിയത് AD 345 പേർഷ്യയിൽ നിന്നെത്തുന്ന മേൽപ്പട്ടക്കാർ മലങ്കര സഭയുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ മാത്രമേ ഇടപെട്ടിരുന്നുള്ളൂ. എന്നാൽ സഭയുടെ പ്രാദേശിക ലൗകിക ഭരണ ചുമതലകൾ പകലോമറ്റം കുടുംബത്തിൽ നിന്ന് പരമ്പരയായി വാഴിക്കപ്പെട്ടിരുന്ന അർക്കദിയോക്കന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു. ആദ്യം കൊടുങ്ങല്ലൂരിലും പിന്നീട് അങ്കമാലിയിലുമായിരുന്നു അർക്കദിയോക്കന്മാരുടെ ആസ്ഥാനം. AD 1599 നടന്ന കുപ്രസിദ്ധമായ ഉദയംപേരൂർ സുനഹദോസ് വഴി മലങ്കര സഭ റോമൻ കത്തോലിക്ക സഭയുടെയും ലത്തീൻ മെത്രാന്മാരുടെയും ഭരണത്തിന് കീഴിലായി. 54 വർഷത്തോളം ആ ഭരണക്രമത്തിന് കീഴിലായിരുന്നു പിന്നീട് സഭ. 1653 ഇതിൽ എതിർപ്പ് തോന്നിയ സഭാംഗങ്ങൾ ചരിത്രപ്രസിദ്ധമായ കൂനൻകുരിശ് സത്യത്തിലൂടെ തങ്ങളുടെ സഭാ സ്വാതന്ത്ര്യം വീണ്ടെടുത്തു. അന്നത്തെ ജാതിക്ക് തലവനായിരുന്ന പകലോമറ്റം തോമ അർക്കദ്യോക്കിനെ മാർത്തോമ ഒന്നാമൻ എന്ന പേരിൽ എപ്പിസ്കോപ്പയായി വാഴിച്ച് സഭ അതിന്റെ തനിമ വീണ്ടെടുത്തു. 1665 മലങ്കരയിലെത്തിയ അന്ത്യോക്യൻ സഭയിൽപ്പെട്ട യെരുശലേം പാത്രിയാർക്കീസായ
മാർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ മാർത്തോമ ഒന്നാമന്റെ മേൽപ്പെട്ട വാഴ്ച ക്രമപ്പെടുത്തുകയും ചെയ്തു. മലങ്കര സഭയുടെ പിന്നീടുള്ള 1.5 നൂറ്റാണ്ട് കാലത്തെ നേതൃത്വം പകലോമറ്റം കുടുംബത്തിൽ നിന്ന് പരമ്പരയായി സ്ഥാനമേറ്റ 9 മാർത്തോമാർക്കായിരുന്നു. തെക്കുഭാഗത്ത് നിരണം, വടക്കുഭാഗത്ത് കണ്ടനാട് എന്നിവിടങ്ങളിലായിരുന്നു മലങ്കര മെത്രാപ്പോലിത്തമാരുടെ അന്നത്തെ ആസ്ഥാനം. മലങ്കര സഭയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ടൊരു വഴിത്തിരിവായിരുന്നു 1814 കോട്ടയം പഴയ സെമിനാരിയുടെ സ്ഥാപനം. പുലിക്കോട്ടിൽ ഇട്ടൂപ്പ് റമ്പാനായിരുന്നു സെമിനാരിയുടെ സ്ഥാപകൻ. പകലോമറ്റം മെത്രാന്മാരുടെ പരമ്പര 9ാമനായ ഐപ്പ് മെത്രാനോടെ അവസാനിച്ചപ്പോൾ പഴയ സെമിനാരി സ്ഥാപകനായ ഇട്ടൂപ്പ് റമ്പാൻ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് എന്ന പേരിൽ മലങ്കര മെത്രാപ്പോലിത്തയായി. അതോടെ മലങ്കര സഭയുടെ ആസ്ഥാനം പഴയ സെമിനാരിയിലേക്ക് മാറ്റി. 1816 നവംബർ 24 കാലം ചെയ്ത പുലിക്കോട്ടിൽ മാർ ദിവന്നാസിയോസിനെ അടക്കം ചെയ്തതും പഴയ സെമിനാരിയിലാണ്. പുലിക്കോട്ടിൽ മെത്രാപ്പോലിത്തെ തുടർന്ന് പുന്നത്ര ഗീവർഗീസ് മാർ ദിവന്നാസിയോസ്, ചേപ്പാട് ഫിലിപ്പോസ് മാർ ദിവന്നാസിയോസ്, പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്തനാസിയോസ്, പുലിക്കോട്ടിൽ ജോസഫ് മാർ ഗിവന്നാസിയോസ് അഞ്ചാമൻ, മലങ്കര സഭാഭാസുരൻ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസിയോസ് എന്നിവർ മലങ്കര മെത്രാപ്പോലിത്തമാരായി. 1912 മലങ്കര സഭയിൽ കാതോലിക്കേറ്റ് സ്ഥാപിക്കുകയും മുറിമറ്റത്ത് പൗലോസ് മാർ ഇവാനിയോസിനെ മാർ ബെസേലിയോസ് പൗലൂസ് പ്രഥമൻ എന്ന പേരിൽ പൗരസ്ത്യ കാതോലിക്കയായി വാഴിക്കുകയും ചെയ്തു. തുടർന്ന് മാർ ബെസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ, മാർ ബെസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ എന്നിവർ യഥാക്രമം പൗരസ്ത്യ കാതോലിക്കമാരായി വാഴിക്കപ്പെട്ടു. മാർ ദിവന്നാസിയോസ് ആറാമൻ കാലം ചെയ്തപ്പോൾ മാർ ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക മലങ്കര മെത്രാപ്പോലിത്ത കൂടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1952 അദ്ദേഹം പഴയ സെമിനാരിയിൽ നിന്നും സഭയുടെ ആസ്ഥാനം ദേവലോകം അരമനയിലേക്ക് മാറ്റി. അതിൽ പിന്നെ മലങ്കര സഭയുടെ മുഖ്യ ആസ്ഥാനം ദേവലോകം അരമനയാണ്. മാർ ബെസേലിയോസ് ഔഗാൻ പ്രഥമനായിരുന്നു അദ്ദേഹത്തിന്റെ പിൻഗാമി. അദ്ദേഹത്തെ തുടർന്ന് മാർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ പൗരസ്ത്യ കാതോലിക്കയായും മലങ്കര മെത്രാപ്പോലിത്തയായും വാഴിക്കപ്പെട്ടു. ദേവലോകം അരമന ഇന്ന് കാണും വിധം പ്രൗഢിയേറിയ രീതിയിൽ നവീകരിച്ചത് അദ്ദേഹമാണ്. അരമനയിലെ കാതോലിക്ക ഖബറിടം മനോഹരമാക്കിയതും അദ്ദേഹം തന്നെ. ആയിരത്തി 1991 മാർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ സ്ഥാനമൊഴിയുകയും ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയനെ തൽസ്ഥാനത്തേക്ക് വാഴിക്കുകയും ചെയ്തു. ഇപ്പോൾ സഭയുടെ പരമാധ്യക്ഷൻ മാർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവയാണ്. സഹൃദയരായ സഹോദരങ്ങളെ, സ്നേഹിതരെ, ഭാരതീയർ ഭാഗ്യമുള്ളവരാണെന്നാണ് നമ്മുടെ വിശ്വാസം. കാരണമെന്തെന്നാൽ കർത്താവായ യേശു തമ്പുരാൻ്റെ മനുഷ്യാവതാര ദിവ്യ മർമ്മങ്ങൾ ഭൂലോകത്തിൽ എവിടെയും പ്രചരിക്കപ്പെട്ടപ്പോൾ ഒട്ടും തന്നെ താമസമില്ലാതെ ആ ദിവ്യമായ സന്ദേശം ഭാരതീയർക്കും ലഭിക്കാനായിട്ട് സംഗതിയായിത്തീർന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ അപ്പോസ്തലനായ മാർത്തോമാ ശ്ലീഹായെ ഭാരതത്തിലേക്ക് കൽപ്പിച്ചയച്ചു. കർത്താവിൻ്റെ ദൗത്യം ഭാരതീയരോട് സംസാരിക്കുകയും അദ്ദേഹത്തെ കണ്ട ആളുകൾ ദൈവത്തെ കാണുന്നത് പോലെ ഒരു പ്രത്യേകതയിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹം പ്രചരിപ്പിച്ച വിശ്വാസം എല്ലാവർക്കും സ്വീകാര്യമായി തീരുകയും അനേകർ തൻ്റെ കൊടിക്കീഴിലേക്ക് വരികയും അവരെ താൻ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് മാമോദീസ നൽകി അവരെ ക്രിസ്ത്യാനികളായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ നിലയിൽ അദ്ദേഹം തന്നെ
പള്ളികളെ സ്ഥാപിച്ചു. അദ്ദേഹം തന്നെ ഇവിടെ ആചാര്യത്വം സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തു. കള്ളി, കാളിയങ്കൽ, ശങ്കരപുരം, പാലോമുറ്റം ഈ കുടുംബങ്ങളിൽ നിന്ന് പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ഒക്കെയും അദ്ദേഹം ഉയർത്തുകയും ചെയ്തു. അങ്ങനെ ഈ സഭ യാതൊരു നിലയിലും കുറവില്ലാതെയും എല്ലാ നിലയിലും ധന്യമായും ശ്രേഷ്ഠമായും പുരോഗമിക്കുവാൻ തക്കതിൽവണ്ണം ദൈവത്തിൻ്റെ കൃപയാൽ ഇടയാക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ മഹത്വം. ആ സഭയാണ് ഇന്നത്തെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ഈ കർത്താവായ യേശു തമ്പുരാൻ്റെ ദൗത്യമനുസരിച്ച് ആ ദൈവിക സ്നേഹത്തിൽ പങ്കാളികളാകുവാനും ദൈവത്തെ രുചിച്ചറിഞ്ഞ് ദൈവികരായി ജീവിക്കുവാനും തക്കതിൽവണ്ണം സംഗതിയാകട്ടെ. എല്ലാവർക്കും എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നാം നേരുകയും ചെയ്യുന്നു. എല്ലാവർക്കും മംഗളം, അനുഗ്രഹങ്ങൾ ഉണ്ടാകുമാറാകട്ടെ. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും, മൃത്യുവിൽ നിന്ന് അമരത്വത്തിലേക്കും നയിക്കുക. യുഗയുഗാന്തരങ്ങളായി മനുഷ്യന്റെ പ്രാർത്ഥനയാണത്. 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഗലീല കടലിന്റെ തീരത്ത് നിന്ന് ലോകർക്ക് അതിനുള്ള മറുപടി ലഭിച്ചു. അത് യേശുവിൽ നിന്നായിരുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, യേശു ലോകത്തെ പഠിപ്പിച്ചു. യേശുവിന്റെ വഴിയേയുള്ള സഞ്ചാരം, ദൈവരാജ്യത്തിലേക്കുള്ള വഴി അതാണ്. ക്രിസ്തുമാർഗത്തിലൂടെ ദിവ്യലോകം പ്രാപിക്കുക. 2 സഹസ്രാബ്ദങ്ങളായി മലങ്കര സഭ അതിന്റെ സഭാമക്കളെ പഠിപ്പിക്കുന്നത് അതാണ്. മനുഷ്യരെ കഷ്ടതയില്ലാത്തവരും മരണമില്ലാത്തവരുമാക്കി തീർപ്പാനായിട്ട് മനുഷ്യ അവതാരമെടുത്ത് കഷ്ടാനുഭവങ്ങൾക്കായി മനസ്സോടെ എഴുന്നള്ളി വന്ന തമ്പുരാനാണ് യേശു. തന്റെ ദേഹത്താൽ ലോകത്തിന്റെ അകൃത്യത്തെ വഹിപ്പാനും തന്റെ കൃപയാൽ ലോകത്തിന്റെ ജീവനു വേണ്ടി അറക്കപ്പെടാനും പാപികൾക്ക് പകരമായി തന്നെ തന്നെ കുരിശുമരണത്തിന് കൊടുപ്പാനുമായി എഴുന്നള്ളി വന്ന മഹത്വത്തിന്റെ രാജാവ്. 2 സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഒരു പെസഹ വ്യാഴ ദിനത്തിലാണ് യഹൂദാ പുരോഹിതന്മാരും പടയാളികളും ചേർന്ന് യേശുനാഥനെ ക്രൂശിക്കാനായി ഗെത്സമന തോട്ടത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയത്. ആ കാലയളവിനെ കഷ്ടാനുഭവ ആഴ്ചയായിട്ടാണ് മലങ്കര സഭാമക്കൾ ആചരിച്ചു പോരുന്നത്. പീഡാനുഭവ വാരത്തിൽ യഹൂദാ പുരോഹിതർ കർത്താവിനെ ബന്ധനസ്ഥനാക്കി വലിച്ചിഴച്ചുകൊണ്ടുപോയ ആ വ്യാഴം നാളിന്റെ സ്മരണ ദിനമാണ് ഇന്ന്. ലോകമെങ്ങുമുള്ള മലങ്കര സഭാംഗങ്ങൾ നിർമ്മലമായ ശബ്ദത്താലും ആത്മീയ ഗാനങ്ങളാലും രക്ഷാകരമായ ആ കഷ്ടാനുഭവ സ്മരണ പുതുക്കുന്നു. ദൈവത്തോടുള്ള ഓർത്തഡോക്സ് സമീപനം ആരാധനയിലും ആരാധന വഴിയായിട്ടുമാകുന്നു. ആരാധനയുടെ പശ്ചാത്തലത്തിലാണ് വിശ്വാസ സത്യങ്ങളെ ഓർത്തഡോക്സുകാർ മനസ്സിലാക്കുന്നത്. ശരിയായ വിശ്വാസവും ശരിയായ ആരാധനയും തമ്മിൽ വേർപിരിക്കാൻ പാടില്ലാത്ത ബന്ധമുണ്ടെന്ന വിശ്വാസക്കാരാണ് മലങ്കര സഭാംഗങ്ങൾ. ആരാധനയിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയുമേ ദൈവികവും സ്വർഗീയവുമായ കാര്യങ്ങളുമായി ബന്ധപ്പെടാനാകൂ എന്നാണ് ഈ ദർശനം. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം സൃഷ്ടി സൃഷ്ടാവിനെ ആരാധിക്കുന്നതിലൂടെയാണ്. ആ വിശ്വാസത്തിലൂന്നിയാണ് ദൈവമായ യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ സഭാമക്കൾ വിവിധ അനുഷ്ഠാനങ്ങളിലൂടെ ആചരിക്കുന്നത്. ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷ നേടാൻ കർത്താവായ യേശു കാട്ടിത്തന്ന മാർഗം ഉപവാസവും പ്രാർത്ഥനയുമാണ്. പിശാചിന്റെ പ്രലോഭനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 40 രാവും 40 പകലും മരുഭൂമിയിൽ വെച്ച് ഉപവസിച്ചുകൊണ്ട് കർത്താവ് സ്വയം നമുക്ക് കാട്ടിത്തന്ന മാർഗമാണത്. കർത്താവ് കാട്ടിത്തന്ന ആ മാർഗം അവലംബിച്ച് 50 ദിവസത്തെ ഭക്തിനിർഭരമായ നോമ്പും ഉപവാസവുമാണ് മലങ്കര സഭാംഗങ്ങൾ ആചരിക്കാറ്. ആദ്യ 40 ദിവസങ്ങൾ രക്ഷകൻ സാത്താന്റെ പ്രലോഭനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മരുഭൂമിയിൽ അനുഷ്ഠിച്ച 40 നാൾ ഉപവാസത്തെ അനുസ്മരിച്ചാണ്. പിന്നീടുള്ള 10 നാൾ കർത്താവിന്റെ പീഡാനുഭവത്തെ സ്മരിച്ചുകൊണ്ടു.
ഈ ദിവസങ്ങളിലെ ദിനചര്യയും പ്രാർത്ഥനയും ഭക്ഷണവും വാക്കും നോക്കും പ്രവൃത്തിയുമെല്ലാം വിശുദ്ധമായിരിക്കണമെന്നാണ് കൽപ്പന. ക്രിസ്തീയ ജീവിതം ദൈവരാജ്യത്തിലേക്കുള്ള തീർത്ഥാടനമാണ്. ആ യാത്രയിലെ പ്രതിബന്ധങ്ങളെ അകറ്റാനുള്ള ഉപാധിയാണ് നോമ്പും നമസ്കാരവും. ഭക്ഷണത്തിൽ ഉപവസിച്ചാൽ മാത്രം പോരാ, ദുഷ്ടവികാര വിചാരങ്ങളെ നിയന്ത്രിക്കുകയും വേണം. അതിനായാണ് സഭയിൽ നോമ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. വിശ്വാസികൾ കൂട്ടമായി അതാചരിക്കണം. മലങ്കര സഭയിൽ കാനോനികമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന 5 പ്രധാന നോമ്പുകളാണുള്ളത്. ഓരോ നോമ്പും അവസാനിക്കുന്നത് ഓരോ പെരുന്നാളിലാണ്. 50 ദിവസത്തെ നോമ്പും ഉപവാസവും ഈസ്റ്റർ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളിലേക്കുള്ള തയ്യാറെടുപ്പാണ്. രക്ഷകന്റെ പിറവിയെ വരവേൽക്കാനും 25 നാൾ നോമ്പെടുക്കുന്ന പതിവുണ്ട്. കഷ്ടാനുഭവ ആഴ്ചയിൽപ്പെടുന്ന ദിവസമാണെങ്കിലും പെസഹ വ്യാഴത്തിനാൾ വിശുദ്ധ കുർബാന പതിവാണ്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപക ദിനമായതുകൊണ്ടാണത്. അന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ആബാലവൃദ്ധം എല്ലാവരും കുർബാന അനുഭവിക്കുകയും ചെയ്യുന്നു. മേൽപ്പട്ടക്കാർ സന്നിഹിതരായ സ്ഥലങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതുപോലെ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തുന്ന പാരമ്പര്യവും മലങ്കര സഭയിലുണ്ട്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ പരിശുദ്ധ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ 50 നോമ്പ് കാലം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നോമ്പ് മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണെന്ന് പറയുമ്പോൾ അതിന് കാരണങ്ങൾ 2ആണ്. ഒന്ന് ആത്മശുദ്ധിയും 2 ശരീരശുദ്ധിയും. നോമ്പ് നോക്കുന്നവർ മാലാഖമാരെ പോലെ ആകുന്നുവെന്ന് പിതാക്കന്മാർ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. പരിമൽ തിരുമേനി ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ പ്രത്യേകമായിട്ട് ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ ഓർത്തു പോവുകയാണ്. പ്രിയ ശിഷ്യന്മാരെ, നമ്മുടെ പ്രാർത്ഥന നാം ഭൂമിയിൽ നടത്തുമ്പോൾ നമ്മുടെ വിശ്വാസം അത് സ്വർഗത്തിൽ ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു എന്നാണ്. ഭൂമിയിലിരിക്കുന്ന ഒരു പക്ഷി ഉയരത്തിലേക്ക് പോകണമെങ്കിൽ അതിന് ചിറകുകൾ ആവശ്യമാണ്. എന്നതുപോലെ നാം ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരുന്നതിന് 2 ചിറകുകൾ ആവശ്യമാണ്. ആ ചിറകുകളാണ് നോമ്പും ഉപവാസവും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. നമ്മുടെ പ്രാർത്ഥന ഈ നോമ്പ് ഉപവാസമാകുന്ന ചിറകുകളടിച്ച് ദൈവസന്നിധിയിലേക്ക് കയറുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മിൽ പ്രീതിപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നോമ്പ് ഉപവാസവും ആദി മനുഷ്യ സൃഷ്ടിയിൽ തന്നെ ദൈവം നിശ്ചയിച്ച ഒരു സംഗതിയാണ് എന്ന് നാം വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. ആത്മാവിൻ്റെ ശുദ്ധിയും ശരീരത്തിൻ്റെ ശുദ്ധിയും ഈ നോമ്പ് ഉപവാസവും കൊണ്ട് സാധിക്കും എന്നുള്ളത് പിതാക്കന്മാർ തന്നെ അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി കാണിച്ചു തന്നിട്ടുള്ളതാണ്. പഴയ നിയമം വായിക്കുമ്പോൾ മോശയും എലിയായും 2 പ്രവാചക ശ്രേഷ്ഠന്മാരാണ്. അവർ 40 ദിവസം നോമ്പ് ഉപവാസവും അനുഷ്ഠിതമായിട്ട് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ആധുനിക ലോകത്തിൽ ഭൗതികവാദം മുന്നേറുമ്പോൾ ആത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് മനുഷ്യർ വിസ്മരിച്ചു പോകുന്നത് ഒരു സാധാരണ സംഗതിയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ദൈവികമായ ഒരു അനുഭവത്തിൽ കൂടി പോകണമെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തെ നിയന്ത്രിക്കുന്നതിനും ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിനുമുള്ള മാർഗങ്ങൾ നാം അവലംബിക്കേണ്ടതാണ്. അതിനുള്ള മാർഗങ്ങളാണ് നോമ്പും ഉപവാസവും. ദൈവത്തോട് അടുത്തേൽക്കുന്നതിന് ഈ ശരീരത്തിനുള്ള നിയന്ത്രണവും ആത്മീയമായ ശക്തി പ്രാപിക്കാനുള്ള പ്രാർത്ഥനയും ഉപവാസവും എല്ലാം ആവശ്യമാണ്. എല്ലാ മതങ്ങളിലും ഇങ്ങനെയുള്ള ഉപവാസവും പ്രാർത്ഥനയും ഉണ്ട് എന്നുള്ളത് നാം ഒരിക്കലും വിസ്മരിക്കരുത്.
പ്രധാനപ്പെട്ട മതങ്ങളായിരിക്കുന്ന മതത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും ഈ ഉപവാസം ഉണ്ട്, നോയമ്പുണ്ട് എന്നുള്ളത് നമുക്കും ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ്. 50 നോമ്പ് കാലത്ത് പ്രത്യേക പ്രാർത്ഥനാക്രമങ്ങളാണ് ഉപയോഗിക്കാറ്. ഈ ദിവസങ്ങളിൽ മത്സ്യമാംസാദികളും പാലും പാലുൽപ്പന്നങ്ങളുമൊക്കെ വർജിക്കുക പതിവാണ്. ആദിമകാലങ്ങളിൽ സന്ധ്യാസമയത്ത് ഒരു നേരം മാത്രം ലഘുവായി ഭക്ഷിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. 3 ദിവസം തുടർച്ചയായി ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിക്കുകയും 3-ാം നാൾ അല്പം ഭക്ഷിച്ച് വീണ്ടും അതേ രീതി പിന്തുടരുകയും ചെയ്യുന്നവർ പൗരസ്ത്യ സഭകളിൽ അനേകം പേരുണ്ട്. മലങ്കര സഭയിൽ വലിയ നോമ്പിലെ പ്രാർത്ഥനകളിലും ആരാധനാക്രമങ്ങളിലുമെല്ലാം ഒരു വിഷാദ ഛവിയാണ് ദർശിക്കാനാവുക. കഷ്ടാനുഭവ വാരത്തിൻ്റെ പ്രതീകാത്മകതയാണത്. വ്യക്തിജീവിതത്തിലും കുടുംബ അന്തരീക്ഷത്തിലും ആ ദിവസങ്ങളിൽ ഈ പരിവേഷം കാണാം. മലങ്കര സഭയിൽ പല ഭവനങ്ങളിലും നോമ്പുകാലത്ത് പ്രത്യേക പാത്രങ്ങളും ഉപകരണങ്ങളും ഉപയോഗിക്കുന്ന പതിവ് പോലുമുണ്ട്. ഉപവാസമനുഷ്ഠിക്കുന്ന സഭാമക്കൾക്ക് ദേവാലയാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കഞ്ഞി നൽകുന്ന ചടങ്ങും മലങ്കര സഭയിലുണ്ട്. ലഘുവായ സസ്യവിഭവങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയുള്ള ഈ കഞ്ഞി മൺപാത്രങ്ങളിലാണ് വിളമ്പാറ്. തറയിലിരുന്ന് മൺപാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു ലാളിത്യമുണ്ട്. നോയമ്പ് കാലത്ത് മലങ്കര സഭയിലെ വലിയവരും ചെറിയവരുമെല്ലാം ഈ കഞ്ഞിപ്പകർച്ചയിൽ പങ്കുകൊള്ളാറുണ്ട്. പോർച്ചുഗീസ് കാലത്തിനു മുമ്പ് തന്നെ തുടർന്നു വന്ന ശീലമാണ് ഇതെന്ന് ചരിത്രരേഖകളിൽ കാണാം. മലങ്കര സഭാംഗങ്ങൾ കഷ്ടാനുഭവ വാരം ആചരിച്ചു തുടങ്ങുന്നത് ഓശാന ഞായർ മുതലാണ്. യെരുശലേം ദേവാലയത്തിലേക്ക് കഴുതപ്പുറത്ത് കയറി ശ്ലീഹന്മാരുടെയും പൈതങ്ങളുടെയും അനുയായികളുടെയും ഒപ്പം ആഘോഷപൂർവ്വം യേശു പ്രവേശിച്ചതിൻ്റെ ഓർമ്മിപ്പിക്കലാണിത്. കർത്താവിനെ എതിരേറ്റ ജനം വഹിച്ചിരുന്ന കുരുത്തോലകൾ പോലെ കുരുത്തോലകളും വഹിച്ച് വഴിയിൽ പൂക്കളും ഇലകളും വാരി വിതറി ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന് പാടിക്കൊണ്ട് അന്നത്തെ പോലെ ഇന്നും നാം കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും ജീവിതത്തിലേക്കും ആഘോഷപൂർവ്വം സ്വീകരിക്കുന്നു. വെണ്മയുടെയും വിശുദ്ധിയുടെയും വിജയത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും എല്ലാം പ്രതീകമായാണ് കുരുത്തോലയെ ഭക്തജനങ്ങൾ വഹിക്കുന്നത്. കുരുത്തോലയെ വാഴ്ത്തുന്നത് മൂലം സൃഷ്ടിയും അതോടൊപ്പം വാഴ്ത്തപ്പെടുന്നു. വാഴ്ത്തപ്പെട്ട കുരുത്തോലകൾ ദൈവിക അനുഗ്രഹങ്ങളെ പകർന്നു കൊടുക്കുന്ന മാധ്യമമായിത്തീരുന്നു. അതുകൊണ്ടാണ് ഭക്തജനങ്ങൾ അവയെ വിശുദ്ധ വസ്തുവായി ഗൃഹാന്തർഭാഗത്ത് സൂക്ഷിക്കുന്നത്. വേണ്ട ഫലമൂലാദികൾ തരുന്ന വൃക്ഷലതാദികളുടെ മേലും നടുതലകളുടെ മേലും ദൈവകൃപ ധാരാളമായുണ്ടാകാനുള്ള പ്രാർത്ഥന കൂടിയാണ് മലങ്കര സഭാമക്കൾ ഇതോടൊന്നിച്ച് നടത്തുന്നത്. പെസഹ വ്യാഴത്തിനാളിലാണ് യേശു ശ്ലീഹന്മാരോടൊപ്പം അന്ത്യ അത്താഴത്തിനിരുന്നത്. 12 ശിഷ്യന്മാരോടൊപ്പം മാളികയിലേക്ക് യേശു പ്രവേശിച്ചപ്പോഴേക്കും അവിടെ അത്താഴത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു. അത്താഴവേളയിൽ ആരാണ് വലിയവൻ എന്ന തർക്കമുണ്ടായപ്പോൾ കർത്താവ് ഉപദേശിച്ചു, നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെപ്പോലെയും നായകൻ സേവകനെപ്പോലെയും ആയിരിക്കണം. ഭക്ഷണത്തിനിരിക്കുന്നവനും ശുശ്രൂഷിക്കുന്നവനുമിടയിൽ വലിയവൻ ഭക്ഷണത്തിനിരിക്കുന്നവനാണ്. അതിനാൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെപ്പോലെയാണ്. സമയമായപ്പോൾ അവർ ഭക്ഷണത്തിനിരുന്നു. അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം പറഞ്ഞ് കർത്താവ് അത് വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളും ഇത് ചെയ്യുക. അത്താഴശേഷം പാനപാത്രമെടുത്ത് യേശു പറഞ്ഞു, നിങ്ങൾക്ക് പകർന്നു തരുന്ന ഈ പാനപാത്രം എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ ഉടമ്പടിയാണ്. ജീവനാകുന്ന തൻ്റെ ശരീരത്തെ തൻ്റെ കുഞ്ഞാടുകൾക്ക് ഭക്ഷണമായി നൽകുകയും ചൈതന്യപ്രദമായ തൻ്റെ രക്തം തൻ്റെ ആട്ടിൻകൂട്ടത്തിന്
പാനീയമാക്കി തീർക്കുകയും താഴ്മയുടെ ആദർശം തന്റെ 12 ശിഷ്യന്മാർക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്ത കർത്താവിന്റെ പ്രവൃത്തികൾ മലങ്കര സഭാവൈദികർ ഇന്നും അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നു. ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മുടെ പെസഹാ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ എന്ന് രേഖപ്പെടുത്തുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭ പെസഹാ പെരുന്നാൾ ആഘോഷിക്കുന്ന സുദിനമാണ്. പെസഹ എന്ന വാക്കുകൊണ്ട് തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള കടന്നുപോക്ക്, പാപത്തിൽ നിന്ന് പുണ്യത്തിലേക്കുള്ള പ്രയാണം, പഴയതിൽ നിന്ന് പുതുമയിലേക്കുള്ള നീക്കം, ഈ പ്രയാണത്തിൻ്റെ, ഈ നീക്കത്തിൻ്റെ, കടന്നുപോക്കിൻ്റെ സ്മരണയാണ് ഈ പെരുന്നാളിലൂടെ നാം ഈ വർഷവും പുതുക്കുന്നത്. നമുക്ക് വേണ്ടി മരണം കൈക്കൊള്ളുവാൻ ഒരുങ്ങിയപ്പോൾ സ്തോത്രം ചെയ്തുകൊണ്ട് തൻ്റെ തിരുകരങ്ങളിൽ അപ്പം താൻ കൈക്കൊണ്ടു വാഴ്ത്തി കൂദാശ ചെയ്തു തൻ്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകി അവരോട് നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി നുറുങ്ങപ്പെടുകയും പാപങ്ങളുടെ മോചനത്തിന് നിത്യനുമായിട്ട് നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരം ഇതാകുന്നു എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. വലഹായെ അപ്രകാരം തന്നെ സ്തോത്രം ചെയ്തുകൊണ്ട് തൻ്റെ തിരുക്കരങ്ങളിൽ കാസായെയും താൻ കൈക്കൊണ്ടു വാഴ്ത്തി കൂദാശ ചെയ്തു തൻ്റെ പരിശുദ്ധ ശിഷ്യന്മാർക്ക് നൽകി അവരോട് നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപങ്ങളുടെ മോചനത്തിനും നിത്യനുമായിട്ട് നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തം ഇതാകുന്നു എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. വരായേ ദല ഞങ്ങളുടെ കർത്താവേ യേശുവിശിയാം, ഞങ്ങൾ ഭക്ഷിച്ചാൽ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്പെടുത്തുന്ന നിന്റെ തിരുകൾക്കും ഞങ്ങൾ വിശ്വസിക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലും ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ, ഞങ്ങളെല്ലാവരുടെയും മേൽ അനുഗ്രഹിക്കണമേ. കൂലന്മാകെ യേശു പ്രവചിച്ചതുപോലെ ശിഷ്യരിൽ ഒരാളായ യൂദാസ് അപ്പോഴേക്കും യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തീരുമാനമെടുത്തിരുന്നു. സാത്താൻ പ്രവേശിച്ച യൂദാസ് അതിനുവേണ്ടി യഹൂദ പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോയി. കർത്താവിൽ പ്രിയരെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണല്ലോ. ഇന്നത്തെ ദിവസത്തിന് ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്നും പറയും. ദുഃഖം നിറഞ്ഞ നല്ല വെള്ളിയാഴ്ച എന്ന് ഇതിനർത്ഥം. ദുഃഖമെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്വർഗീയമായ മഹിമാവസ്ഥയെ ത്യജിച്ച് ഈ ലോകത്തിലേക്ക് വന്ന് പാപികളായ നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കഷ്ടപ്പാടുകളും കുരിശുമരണവും താൻ സ്വീകരിച്ചു. തന്മൂലം മനുഷ്യന് രക്ഷയുണ്ടായി. താൻ അനുഭവിച്ച ദുഃഖത്തെ പ്രതി ഈ ദിവസത്തെ ദുഃഖവെള്ളിയാഴ്ച എന്നും ഈ കഷ്ടാനുഭവം മുഖേനയായിട്ട് മനുഷ്യന് ലഭിച്ച രക്ഷയെ അടിസ്ഥാനമാക്കി ഈ ദിവസത്തെ ഗുഡ് ഫ്രൈഡേ എന്നും വിളിക്കുന്നു. രണ്ടിലും അർത്ഥമുണ്ട്.
മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തോടുകൂടി ഇരിക്കുന്നതിനായിട്ടാണ്. മനുഷ്യന് ആത്യന്തികമായ സന്തോഷവും സമാധാനവും ലഭ്യമാകുന്നതും ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ, സജീവമായ ബന്ധത്തിൽ അവൻ തുടർന്നു കൊണ്ടു പോകുമ്പോഴാണ്. ദൈവത്തിനും മനുഷ്യനും ഒന്നുപോലെ വേദന ഉളവാക്കിയ സംഭവമാണ് മനുഷ്യൻ ചെയ്ത പാപം എന്ന് പറയുന്നത്. ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം സ്നേഹമാകുന്നു, അതേസമയത്ത് തന്നെ ദൈവം നീതിമാനുമാകുന്നു. നീതി ഒരു വശത്തും തൻ്റെ സ്നേഹം മറ്റൊരു വശത്തും. തിയോളജിയൻസ് ഇതിനെക്കുറിച്ച് പറയുന്നത് സ്ട്രൈഫ് ഓഫ് ആട്രിബ്യൂട്ട്സ് എന്നാണ്. സത്യവാനായ, സ്നേഹിക്കുന്നവനായ പിതാവിന് നീതിയോടുകൂടി വിധിക്കുവാൻ സാധ്യമാവുകയില്ല. നീതിയുള്ളവനായ ന്യായാധിപന് സ്നേഹം കാണിക്കുവാനും സാധ്യമല്ല. അങ്ങനെ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവന് ലഭ്യമാകേണ്ടിയിരുന്നത് മരണമായിരുന്നു. ആ മരണത്തിൽ നിന്നും അവനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിന് അനുഭവിക്കേണ്ടി വന്ന മാനസികമായ സംഘർഷത്തെ സ്ട്രൈഫ് ഓഫ് ദി ആട്രിബ്യൂട്ട്സ് എന്ന് തിയോളജിയൻസ് വിവക്ഷിക്കുന്നു. ഇതിന് രണ്ടിനും കൂടെയുള്ള പരിഹാരം നമ്മൾ കാണുന്നത് കാൽവറിയിലാണ്. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ നീതിയും ഒന്നുപോലെ പ്രകടമാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാൽവറിയിൽ കാണുന്നത്. സ്നേഹിക്കുന്നവനായ താൻ ലോകത്തിനു വേണ്ടിയിട്ട് തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്തുകൊണ്ട് നീതിയും സ്നേഹവും താൻ ഒരുപോലെയോടെ പ്രകടിപ്പിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആ മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം കുരിശിൽ തറയ്ക്കപ്പെട്ടു. അങ്ങനെ നീതിയും സ്നേഹവും ഒരുപോലെ താൻ കാൽവറിയിൽ പ്രകടമാക്കി. ജെറുസലേം നഗരത്തിന് സമീപം ഒലിവുമലയുടെ താഴ്വാരത്തുള്ള ഗെത്സമൻ തോട്ടം. 2000 വർഷങ്ങളിലേറെ പ്രായമുള്ള ഒലിവുമരങ്ങൾ നിറഞ്ഞ ഈ ആരാമം ലോകമെങ്ങുമുള്ള ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണിന്ന്. ക്രൂശാരോഹണത്തിന് തൊട്ടുമുമ്പുള്ള രാത്രിയിൽ ശിഷ്യന്മാരോടൊപ്പം യേശുക്രിസ്തു പ്രാർത്ഥനയ്ക്കെത്തിയത് ഈ ആരാമത്തിലാണ്. യേശുക്രിസ്തുവിന്റെ അന്നത്തെ പ്രാർത്ഥനയ്ക്ക് സാക്ഷ്യം വഹിച്ച 8 ഒലിവുമരങ്ങൾ ഇന്നും ഈ തോട്ടത്തിലുണ്ട്. പെസഹാ വ്യാഴത്തിൻ രാത്രിയിലാണ് യേശുവും ശിഷ്യരും ഗെത്സമനിലെത്തിയത്. ആസന്നമായ കുരിശുമരണത്തെക്കുറിച്ച് വല്ലാതെ വ്യാകുലനായിരുന്നു യേശു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കേണമേ, എന്നാലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നായിരുന്നു പിതാവിനോടുള്ള യേശുവിന്റെ പ്രാർത്ഥന. യേശുക്രിസ്തു അന്ന് പ്രാർത്ഥിച്ച ശിലാതൽപ്പം ഗെത്സമനിൽ ഇന്നുമുണ്ട്. സർവ്വരാജ്യങ്ങളും ചേർന്ന് ഇവിടെ നിർമ്മിച്ച ചർച്ച് ഓഫ് ആഗ്നയുടെ ഉൾത്തളത്തിലാണ് ആ ശിലാഖണ്ഡമുള്ളത്. യേശുവിന്റെ രക്തം വിയർപ്പായിട്ടു വീണതാണ് ആ ശിലാതൽപ്പം. അന്നത്തെ ആ സംഭവങ്ങൾ ആലേഖനം ചെയ്ത മൊസൈക് ചിത്രങ്ങൾ പള്ളിയുടെ ചുമരിൽ ഇന്ന് കാണാം. ഗെത്സമനിൽ യേശു പ്രാർത്ഥനയിലായിരിക്കെ ശിഷ്യന്മാരിൽ ഒരാളായ യൂദാസ് യേശുവിനെ ഒറ്റുകൊടുക്കാൻ 30 വെള്ളിക്കാശ് കൈപ്പറ്റുകയായിരുന്നു. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ് യേശു അന്ന് ശിഷ്യരോട് പറഞ്ഞത്. പ്രാർത്ഥനാനന്തരം ശിഷ്യർക്കരികിലെത്തിയ യേശു താൻ ഒറ്റുകൊടുക്കപ്പെടാൻ പോകുന്നതായി ശിഷ്യരെ അറിയിച്ചു. അപ്പോഴേക്കും യൂദായുടെ കൂടെ യഹൂദ പുരോഹിതന്മാരും പടയാളികളും യേശുവിനെ പിടികൂടാൻ ഗെത്സമനിലേക്കെത്തി.
ശിഷ്യർക്കു മധ്യേയായിരുന്ന യേശുവിനെ കാട്ടിക്കൊടുക്കാനായി കർത്താവിനെ ചുംബിച്ചുകൊണ്ട് അടയാളം കാട്ടുകയായിരുന്നു യൂദ. സൂചന മനസ്സിലാക്കി യേശുവിനെ പിടിക്കാൻ പടയാളികൾ മുന്നോട്ട് വന്നപ്പോൾ ശിഷ്യനായ പത്രോസ് അവരിൽ ഒരാളുടെ കാതരിഞ്ഞു. വാളുറയിലിടുക, വാളെടുത്തവൻ വാളാൽ മരിക്കും എന്ന് പത്രോസിനെ വിലക്കിക്കൊണ്ട് യേശു മുറിവേറ്റവനെ സൗഖ്യപ്പെടുത്തി. ശിഷ്യന്മാർ അപ്പോഴേക്കും അദ്ദേഹത്തെ വിട്ട് ഓടി രക്ഷപ്പെട്ടിരുന്നു. പിന്നെ പടയാളികൾ അദ്ദേഹത്തെ പിടികൂടി. യേശുക്രിസ്തുവിനെ പടയാളികൾ ബന്ധിച്ചുകൊണ്ടു പോകുന്നതിന്റെ ഈ ശില്പം ഗെത്സമനിലെ സർവ്വരാജ്യ പള്ളിയിൽ രൂപപ്പെടുത്തിയതാണ്. ബന്ധനസ്ഥനായ യേശുവിനെ പടയാളികളും പുരോഹിതരും വലിച്ചിഴച്ചുകൊണ്ടുപോയത് മഹാപുരോഹിതനായ കയ്യഫാസിന്റെ മുന്നിലേക്കാണ്. പടയാളികൾ ബന്ധിച്ചുകൊണ്ടുപോയ തന്റെ ഗുരുവിനെപ്പറ്റി അറിയാൻ യേശുവിന്റെ ശിഷ്യനായ പത്രോസ് പാത്തും പതുങ്ങിയും കയ്യഫാസിന്റെ വീട്ടിലേക്ക് ചെന്നിരുന്നു. പരിചാരകരുടെ മധ്യേയിരുന്ന് പത്രോസ് യേശുവിനെ വീക്ഷിച്ചു. ആ കൂട്ടത്തിൽ ഒരു പരിചാരിക പത്രോസ് യേശുവിന്റെ ശിഷ്യനാണെന്ന വസ്തുത തിരിച്ചറിഞ്ഞു. ഈ മനുഷ്യനും അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അവൾ വെളിപ്പെടുത്തിയപ്പോൾ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അക്കാര്യം നിഷേധിച്ചു. പിന്നെയും പലരും പത്രോസിനെ സംശയിച്ചപ്പോൾ 2 വട്ടം കൂടി പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. അപ്പോഴാണ് പുലർച്ചക്കോഴി കൂകിയത്. കയ്യഫാസിന്റെ വീട്ടിൽ വച്ചാണ് ആ സംഭവം നടന്നത്. ഇന്നവിടം സെയിന്റ് പീറ്റർ എൻ ഗലിക്കൻഡു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോഴി കൂകും മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും എന്ന യേശുവചനമോർത്ത് പത്രോസ് വിതുമ്പി. കയ്യഫാസിന്റെ വീട്ടിലെ വിചാരണയ്ക്ക് ശേഷം അവശേഷിച്ച രാത്രികാലം അവർ യേശുവിനെ കാരാഗൃഹത്തിൽ തള്ളി. പീഡിതനായ കർത്താവിന്റെ രക്തക്കറ പുരണ്ട ആ കാരാഗൃഹ ചുമരുകൾ ഇന്നും സംരക്ഷിക്കപ്പെട്ടു പോരുന്നുണ്ട്. പിറ്റന്നാൾ പുലർച്ചെ കാരാഗൃഹത്തിൽ നിന്ന് വീണ്ടും അവർ യേശുവിനെ വിചാരണയ്ക്കായി കൊണ്ടുപോയി. ന്യായാധിപ സംഘം യേശുവിനെ വിസ്തരിച്ചു. മനുഷ്യപുത്രൻ ഇന്ന് ശക്തിയുടെ വലതുഭാഗത്തിരിക്കും എന്ന യേശുവിന്റെ മറുപടി അവരെ പ്രകോപിപ്പിച്ചു. യേശു വധാർഹനാണെന്ന് അതോടെ അവർ ഉറപ്പിച്ചു. യേശുവിനെ കുരിശിൽ തറച്ചു കൊല്ലാനായി അവർ പിന്നീട് അദ്ദേഹത്തെ റോമൻ ഗവർണറും ദേശാധികാരിയുമായ പൊന്തിയോസ് പീലാത്തോസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. അന്റോണിയ കോട്ടയിലായിരുന്നു അക്കാലത്ത് പീലാത്തോസിന്റെ വാസം. അതിരാവിലെ തന്നെ 100 കണക്കിന് ആളുകളാണ് യേശുവിനെയും വലിച്ചിഴച്ച് പീലാത്തോസിന്റെ വസതിയിൽ ചെന്നത്. യേശു ജനങ്ങളെ വഴിതെറ്റിക്കുന്നുവെന്നും സീസറിന് കരം കൊടുക്കുന്നത് വിലക്കിയെന്നും താൻ യഹൂദന്മാരുടെ രാജാവായ ക്രിസ്തുവാണ് എന്ന് പറയുകയും ചെയ്തു എന്നായിരുന്നു യേശുവിനെതിരെ അവർ പീലാത്തോസിന്റെ മുമ്പിൽ നിരത്തിയ കുറ്റാരോപണങ്ങൾ. എന്നാൽ ശിക്ഷ നൽകാൻ മാത്രമുള്ള തെറ്റുകളൊന്നും പീലാത്തോസ് യേശുവിൽ കണ്ടില്ല. പുരോഹിതന്മാരും ജനങ്ങളും അക്കാര്യം സമ്മതിച്ചില്ല. യേശുവിനെ ശിക്ഷിച്ചേ തീരൂ എന്നായിരുന്നു അവരുടെ മുറവിളി. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ യേശുവിനെ ഒരിക്കൽ കൂടി വിചാരണയ്ക്കയക്കാൻ
പീലാത്തോസ് കൽപ്പിച്ചു. ഗലീലക്കാരനാണ് യേശു എന്നതിനാൽ ആ ദേശക്കാരനായ ഹെരോദാസ് യേശുവിനെ വിസ്തരിക്കട്ടെ എന്നായിരുന്നു പീലാത്തോസിന്റെ നിർദ്ദേശം. കുരിശിൽ തറയ്ക്കാനുള്ള അനുമതിക്കായി പുരോഹിതരും ജനങ്ങളും ഒരിക്കൽ കൂടി യേശുവിനെ പീലാത്തോസിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. ഇത്തവണയും കുരിശുമരണത്തിന് വിധിക്കാൻ മാത്രമുള്ള തെറ്റുകളൊന്നും പീലാത്തോസ് യേശുവിൽ കണ്ടില്ല. പീലാത്തോസിന്റെ ചോദ്യങ്ങൾക്കാകട്ടെ യേശു മറുപടിയും പറഞ്ഞില്ല. ഒടുവിൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്താനായി യേശുവിനെ ചമ്മട്ടിക്ക് പ്രഹരിച്ചു വിടാനായി പീലാത്തോസ് തീരുമാനിച്ചു. പടയാളികൾ അതുപ്രകാരം യേശുവിനെ ചാട്ടവാറിനടിച്ചു. പക്ഷേ ആ ശിക്ഷയിലും ജനങ്ങളും പുരോഹിതന്മാരും തൃപ്തരായില്ല. യേശുവിനെ ക്രൂശിക്ക എന്ന് തന്നെ അവർ വിളിച്ചു പറഞ്ഞു. ആ സമ്മർദ്ദത്തിന് വഴങ്ങി ഒടുവിൽ യേശുവിനെ കുരിശിൽ തറച്ചു വധിക്കാൻ പീലാത്തോസ് വിധിച്ചു. അന്തോണിയോ കോട്ട എന്നറിയപ്പെടുന്ന ഇവിടം പണ്ട് റോമാ പടയാളികൾ താമസിച്ചിരുന്ന ഇടമാണ്. ഇവിടെ വച്ചാണ് പീലാത്തോസ് യേശുവിനെ ക്രൂശ് മരണത്തിന് വിധിച്ചത്. പീലാത്തോസിന്റെ വസതിയിൽ നിന്ന് ഗാഗുൽത്ത വരെ കുരിശും ചുമപ്പിച്ചാണ് അവർ യേശുവിനെ കൊണ്ടുപോയത്. ഈ വഴിദൂരം റോമൻ പാരമ്പര്യപ്രകാരം കുരിശിന്റെ വഴി എന്ന് വിളിക്കപ്പെടുന്നു. 14 സ്ഥാനങ്ങളാണ് ഈ വഴിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കുരിശിന്റെ വഴിയിലെ ഒന്നാമത്തെ ഇടം ഇതാണ്. തലയോടുകളുടെ കുന്ന് എന്നറിയപ്പെടുന്ന ഗാഗുൽത്ത മലയിലേക്കാണ് അവർ യേശുവിനെ കുരിശിലേറ്റാനായി കൊണ്ടുപോയത്. ഗാഗുൽത്ത മലയിലേക്ക് കൊണ്ടുപോകവേ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാനുള്ള കുരിശ് നിയമവിരുദ്ധമായ വിധം അദ്ദേഹത്തെക്കൊണ്ട് തന്നെ പടയാളികൾ ചുമപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ യേശു ആദ്യം കുരിശെടുത്ത ഇടമാണ് കുരിശിന്റെ വഴിയിലെ രണ്ടാമത്തെ ഇടം. ബഹുസങ്കടവും വ്യാകുലവും പൂണ്ടവൾ പ്രാവുസമം കേണു എങ്ങൻ മകനെ. പടയാളികളുടെ ചാട്ടവാറടിയേറ്റ് കുരിശും ചുമന്നുകൊണ്ടുള്ള യാത്രയ്ക്കിടെ യേശുക്രിസ്തു ആദ്യമായി വീണ ഇടം കുരിശിന്റെ വഴിയിൽ മൂന്നാമതായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് ആ സ്ഥലം. കുരിശും ചുമന്നുള്ള ആ യാത്രയ്ക്കിടെ യേശുക്രിസ്തു വഴിയരികിൽ ദുഃഖാർത്തയായ തന്റെ മാതാവ് വിശുദ്ധ കന്യാമറിയത്തെ കണ്ടുമുട്ടിയിരുന്നു. കുരിശിന്റെ വഴിയിൽ അവിടം നാലാമതായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. കുരിശ് ചുമന്ന് അവശനായ യേശുക്രിസ്തുവിൽ നിന്ന് ആ കുരിശെടുത്ത് കുറേനക്കാരനായ ശീമോനെ കൊണ്ട് പടയാളികൾ ചുമപ്പിച്ച സ്ഥലമാണ് കുരിശിന്റെ വഴിയിലെ അഞ്ചാമത്തെ ഇടമായ ഈ സ്ഥലം. ഞങ്ങൾക്ക് വേണ്ടിയുണ്ടായ നിന്റെ കഷ്ടാനുഭവവും താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. കുരിശേന്തി ക്ഷീണിതനായ യേശുവിന്റെ വിയർപ്പും രക്തവും നിറഞ്ഞ മുഖം വെറോണിക്ക തൂവാല കൊണ്ട് തുടച്ചെടുത്ത ഇടമാണ് ഇത്. കുരിശിന്റെ വഴിയിൽ ഇത് ആറാമത്തെ ഇടമാണ്. ഗാഗുൽത്തയിലേക്കുള്ള യാത്രയ്ക്കിടെ യേശു രണ്ടാമത് വീണ സ്ഥലമാണിത്. ഇതാണ് കുരിശിന്റെ വഴിയിലുള്ള ഏഴാമത്തെ ഇടം. യേശുവിന്റെ ദുസ്ഥിതി കണ്ട് ദുഃഖിതരായ യെരുശലേം സ്ത്രീകൾ നിലവിളിച്ചതും യേശു അവരോടായി തന്നെ ചൊല്ലി ദുഃഖിക്കരുതെന്ന് പറയുകയും ചെയ്ത സ്ഥലമാണ് ഇത്. കുരിശിന്റെ വഴിയിൽ ഇത് എട്ടാമത്തെ ഇടമാണ്. യേശുക്രിസ്തു മൂന്നാമത് വീണ ഇടം. ഇതാണ് കുരിശിന്റെ വഴിയിലെ ഒൻപതാമത്തെ സ്ഥലം.
കുരിശിന്റെ വഴിയിലെ ബാക്കി 5 ഇടങ്ങൾ കാൽവരിക്കുന്നിൽ പണിതീർത്ത പുനരുത്ഥാന ദേവാലയത്തിന്റെ അകത്താണ്. കിങ് ഡേവിഡ് സ്ട്രീറ്റിലൂടെ കല്ലറ ദേവാലയത്തിലേക്ക് തീർത്ഥാടകർക്ക് പ്രവേശിക്കാവുന്ന ഇടത്ത് ആദ്യം തന്നെ കാണുന്ന സ്ഥലം കുരിശിന്റെ വഴിയിലെ 10ാമത് ഇടമാണ്. ഇവിടെ വച്ചാണ് പടയാളികൾ യേശുക്രിസ്തുവിന്റെ അങ്കികൾ അഴിച്ചുമാറ്റിയത്. മനുഷ്യപുത്രനെ കുരിശിൽ കിടത്തി ആണിയടിക്കുന്ന സ്ഥലം. ഇത് കുരിശിന്റെ വഴിയിലെ 11ാമത്തെ സ്ഥാനമാണ്. 2 മോഷ്ടാക്കൾക്ക് മധ്യേയാണ് യേശുക്രിസ്തുവിനെ ഇവിടെ കുരിശിലേറ്റിയത്. ഇത് കുരിശിൽ കിടന്ന് യേശു പ്രാണൻ വെടിഞ്ഞ സ്ഥലം. കുരിശിന്റെ വഴിയിൽ 12ാമത്തെ സ്ഥാനം. കുരിശുമരണം വരിച്ച യേശുവിന്റെ ശരീരം താഴെയിറക്കി സുഗന്ധലേപനങ്ങൾ പുരട്ടിയ ഇടമാണിത്. കുരിശിന്റെ വഴിയിൽ ഇത് 13ാമത്തെ ഇടമാണ്. അരിമധ്യക്കാരനായ യോസേഫാണ് പീലാത്തോസിന്റെ അനുമതിയോടെ യേശുവിന്റെ ശരീരം കുരിശിൽ നിന്നിറക്കിയത്. നിർമ്മലമായ ലിനൻ കച്ചയിൽ പൊതിഞ്ഞ യേശുവിന്റെ ദേഹം അവിടെ നിന്ന് 25 അടി അകലെ പുതിയതായി പണിതീർത്ത കല്ലറയിലാണ് അടക്കം ചെയ്തത്. കുരിശിന്റെ വഴിയിലെ 14ാമത്തെ സ്ഥാനം ഈ കല്ലറയാണ്. പ്രവചനങ്ങൾ പൂർത്തിയാവാനും പിതാവിന്റെ ഇഷ്ടം നിറവേറുവാനുമായി കുരിശിലേറിയ യേശുക്രിസ്തുവിന്റെ ആ ത്യാഗനിമിഷങ്ങൾ മലങ്കര സഭാംഗങ്ങൾ വർഷം തോറും ആചരിക്കുന്നു. വളരെ നീണ്ട ആരാധനാക്രമമാണ് ഇക്കാര്യത്തിൽ അനുഷ്ഠിക്കാറ്. കർത്താവ് കുരിശുമേന്തി മല കയറിയതിനെ അനുസ്മരിക്കാൻ ദേവാലയത്തിനു ചുറ്റും സഭാകാർമ്മികനും ജനങ്ങളും കുരിശുമായി പ്രദക്ഷിണം നടത്തുന്ന പതിവ് മലങ്കര സഭയിൽ ഇന്നുമുണ്ട്. വിലാപത്തിന്റെയും ഉപവാസത്തിന്റെയും ദിനമായതിനാൽ ദുഃഖവെള്ളിനാൾ മുറ്റമടിക്കുന്നതുപോലും മലങ്കര സഭാംഗങ്ങൾക്ക് നിഷിദ്ധമാണ്. 2 സഹസ്രാബ്ദത്തോടടുത്ത ഈ അനുഷ്ഠാനക്രമങ്ങളാണ് മലങ്കര സഭയെ വ്യതിരിക്തമാക്കുന്നതും. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. കൊറിന്തോസുകാർക്ക് പൗലോസ് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 14-ാം വാക്യം. ക്രൂശിതനായ ക്രിസ്തുവിന്റെ പുനരുത്ഥാനം, ഇതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ മൂലക്കല്ല്. ആദാമിലൂടെ എല്ലാവരും മരിക്കുന്നതുപോലെ തന്നെ ക്രിസ്തുവിലൂടെ എല്ലാവരും ജീവനുള്ളവരാകും. ക്രൂശിതനായാലും താൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് യേശുക്രിസ്തു മുമ്പ് തന്നെ പ്രവചിച്ചതാണ്. തിരുവെഴുത്തുകളും അത് പറയുന്നുണ്ട്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അക്കാര്യം ആദ്യം അറിഞ്ഞത് ഗലീലയിൽ നിന്നുള്ള സ്ത്രീകളാണ്. ആഴ്ചയിലെ ആദ്യ ദിവസം അതിരാവിലെ മഗ്ദലനക്കാരി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും സലോമിയും മറ്റ് സ്ത്രീകളും ചേർന്ന് അവനെ സുഗന്ധതൈലം പൂശാനായി കല്ലറയിങ്കിലേക്ക് ചെന്നു. അവർ ചെല്ലുമ്പോൾ കല്ലറയുടെ വാതിൽക്കല്ല് ആരോ ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ടു. ആ കല്ല് വളരെ വലുതായിരുന്നു. അത്ഭുതത്തോടെ അകത്ത് പ്രവേശിച്ച അവർ കണ്ടത് വെളുത്ത അങ്കി ധരിച്ച കർത്താവിന്റെ മാലാഖയെയാണ്. യേശു ഉയർത്തെഴുന്നേറ്റ കാര്യം മാലാഖയാണ് സ്ത്രീകളെ അറിയിച്ചത്. മാലാഖയുടെ നിർദ്ദേശപ്രകാരം സ്ത്രീകൾ ഉയർത്തെഴുന്നേൽപ്പ് വാർത്ത യേശുവിന്റെ ശിഷ്യരെ അറിയിക്കാൻ ഓടിപ്പോയി. ഉയർത്തെഴുന്നേൽപ്പ് വാർത്ത യേശുവിന്റെ ശിഷ്യന്മാർക്ക് പോലും അവിശ്വസനീയമായിരുന്നു. വസ്തുത ഉറപ്പിക്കാനായി പത്രോസ് കല്ലറയിങ്കിലേക്ക് ഓടി. സ്ത്രീകൾ വിവരിച്ചതുപോലെ കല്ലറയിങ്കൽ യേശുവിനെ പുതപ്പിച്ച ശവക്കച്ച മാത്രമേ പത്രോസും കണ്ടുള്ളൂ. അന്ധത നിറഞ്ഞ ലോകത്തിന് വെളിച്ചമായി
യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. മരണത്തെ തോൽപ്പിച്ച് ഉയർത്തുവന്ന യേശു, ലോകത്തിന്റെ പ്രത്യാശയാണ് അദ്ദേഹം. മാലാഖമാരും മനുഷ്യമക്കളും ഒരുമിച്ച് സന്തോഷിക്കുന്നു. അതിന്റെ പ്രതിഫലനം എന്ന നിലയിൽ മനുഷ്യർ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കുന്നു. സമാധാനം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം വളരെയധികം ചിന്തയ്ക്കും വ്യാഖ്യാനത്തിനും വിശകലനത്തിനും വിധേയമാകേണ്ട ഒരു വിഷയമാണ്. ദീർഘമായി അതേക്കുറിച്ച് പറയാം എങ്കിൽ പോലും 2-3 കാര്യങ്ങൾ വളരെ നിർണായകമാണ് എന്നെനിക്ക് തോന്നുന്നു. പൊതുവായി പറഞ്ഞാൽ മരണത്തിൻ്റെ മേലുള്ള ജീവൻ്റെ വിജയമാണ് ഈ പുനരുത്ഥാന പെരുന്നാളിൽ നാം ആചരിക്കുന്നത്. മനുഷ്യനിന്ന് അവൻ്റെ വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ മരണകരമായ അന്ധകാരാവൃതമായ പശ്ചാത്തലങ്ങളെ, വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ ഈ പുനരുത്ഥാന പെരുന്നാളിന് പ്രത്യേക അർത്ഥവും സാങ്കത്യവും ഉണ്ട് എന്ന് കാണാൻ പറ്റും. ഈ പുനരുത്ഥാനം അന്ധകാര ശക്തികളുടെ മേലുള്ള ജീവൻ്റെ വിജയമാകുമ്പോൾ അത് മനുഷ്യ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ സ്വാധീനമാകും എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇന്നത്തെ അടിമത്തപരമായ മരണകരമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ മനുഷ്യന് സാധിക്കും എന്നുള്ള പ്രത്യാശയുടെ സന്ദേശമാണ് അവിടെ പുനരുത്ഥാനത്തിൽ നിന്ന് കിട്ടേണ്ടത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാ പാരമ്പര്യമനുസരിച്ച് ഓരോ ഞായറും ഉയർപ്പിന്റെ അനുസ്മരണമാണ്. വിശുദ്ധ നാട്ടിൽ നിന്ന് പരിശുദ്ധ തോമാസ് ശ്ലീഹയാൽ കേരളത്തിൽ എത്തപ്പെട്ട മതമാണെങ്കിലും ഒരു വൈദേശിക മതത്തിന്റെ വേർതിരിവുകൾ മലങ്കര സഭയിൽ ഇല്ല. ആചാരാനുഷ്ഠാനങ്ങളിൽ തദ്ദേശീയ രീതികൾ കൂടി ഇടകലർത്തിയാണ് സഭ വളർന്നത്. മലങ്കര സഭ ആ അർത്ഥത്തിൽ ഇവിടുത്തെ സംസ്കൃതിയുടെ തന്നെ ധാരകളിൽ ഒന്നാവുകയായിരുന്നു. പെരുന്നാളുകളിലും മറ്റ് സാമൂഹ്യ സന്ദർഭങ്ങളിലുമുള്ള പ്രത്യേകതയാണ് പ്രദക്ഷിണങ്ങൾ. ആരാധനയ്ക്കും ആഘോഷങ്ങൾക്കും അവ മോടികൂട്ടുകയും അവയെ ആകർഷണീയങ്ങളും ഭക്തിനിർഭരങ്ങളുമാക്കുകയും ചെയ്യുന്നു. ഇത് കണക്കിലെടുത്ത് മലങ്കര സഭയിൽ ഇതെല്ലാം അനുവദനീയമാണ്. സന്ദർഭങ്ങളുടെ വ്യത്യാസം കണക്കിലെടുത്ത് പ്രദക്ഷിണങ്ങളെ പല രീതികളിലും ക്രമപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രം. ജനന പെരുന്നാൾ, പാതിനോമ്പ്, ദുഃഖവെള്ളി, ഉയർപ്പ് പെരുന്നാൾ, സ്വർഗാരോഹണ പെരുന്നാൾ, സ്ലീബാ പെരുന്നാൾ, മരിച്ചുപോയവരുടെ ഓർമ്മ പൊതുവായി നടത്തുന്ന ഞായറാഴ്ച എന്നീ ദിവസങ്ങളിൽ പള്ളിക്ക് വെളിയിൽ ചുറ്റുമായി സ്ലീബായും മുത്തുകുടയും കൊടിയുമായി പ്രദക്ഷിണം നടത്താറുണ്ട്. പള്ളിപ്പുരയിടത്തിന് വെളിയിലായി പ്രധാനമായും പ്രദക്ഷിണം നടത്തുക പള്ളികളുടെ പ്രധാന പെരുന്നാളിനോടനുബന്ധിച്ചാണ്. വെളിംപ്രദേശത്ത് നടത്തുന്ന ഈ പ്രദക്ഷിണങ്ങളിൽ കുരിശ്, എവൻഗലിയോൺ, മെഴുകുതിരി, ധൂപക്കുറ്റി, കുട, കൊടി തുടങ്ങിയവയും കുരിശ്, എവൻഗലിയോൺ എന്നിവയുടെ അകമ്പടിക്കും ബഹുമാനത്തിനുമായി വർണ്ണപ്പകിട്ടാർന്ന ഉപകരണങ്ങളും വാദ്യോപകരണങ്ങളും എടുക്കും. ഈ പ്രദക്ഷിണവേളയിൽ ദേശീയ സംസ്കാരത്തിന്റെ പരിവേഷം കാണാം.
ക്രിസ്തീയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദേശീയ സംസ്കാരത്തോട് അലിഞ്ഞു ചേർന്നവയാണ് എന്നതുകൊണ്ടാണിത്. പൊതുസമ്മേളനങ്ങൾക്കും ജൂബിലി തുടങ്ങിയ ആഘോഷ പരിപാടികൾക്കും അതാതിന് യോജിച്ച തരത്തിലും സഭയുടെ മൊത്തമായ സ്വഭാവവും രീതിയും പാരമ്പര്യങ്ങളും ദേശീയ സംസ്കാരത്തിൻ്റെതായ അംശങ്ങളും ഉൾക്കൊള്ളിച്ചുമുള്ള ഘോഷയാത്രയും പതിവാണ്. പെരുന്നാളുകൾ രണ്ടു തരമുണ്ട്. ഒന്നാമതായി സഭാവത്സരപ്രകാരമുള്ള മാറാനായ പെരുന്നാളുകൾ, രണ്ടാമതായി പള്ളികളിലെ പ്രത്യേക പെരുന്നാളുകൾ, സ്ഥാപകദിന പെരുന്നാളുകൾ, ആദ്യഫല പെരുന്നാളുകൾ, മധ്യസ്ഥ പരിശുദ്ധന്റെ പെരുന്നാളുകൾ എന്നിങ്ങനെ പല കാരണങ്ങളാൽ പെരുന്നാളുകൾ വരും. പെരുന്നാളുകളുടെ മുഖ്യ ഘടകമായ പ്രദക്ഷിണം അഥവാ റാസ ക്രൈസ്തവ പാരമ്പര്യം സ്വാംശീകരിച്ച ഒരു ദേശീയ ആഘോഷ ചടങ്ങാണ്. ഏറ്റവും മുമ്പിൽ കൊടി. ഇത് ക്രിസ്തുവിന്റെ വിജയക്കൊടിയെ സൂചിപ്പിക്കുന്നു. വെട്ടുകുട അഥവാ തഴക്കുട. മുകൾ ഭാഗം പരന്ന ഈ കുടകൾ സാക്ഷിമരണം പ്രാപിച്ച സഹോദരന്മാരുടെ സൂചനയാണ്. അതിനു പിമ്പിൽ മുത്തുകുടകളാണ്. ആയിരക്കണക്കിന് മുത്തുകുടകൾ ഉപയോഗിക്കുന്ന പ്രദക്ഷിണങ്ങളുണ്ട്. മുകളിൽ കിരീടതുല്യമായ ലോഹപ്പണിയുള്ള ഈ കുടകൾ കിരീടം ധരിച്ച പരിശുദ്ധന്മാരെയാണ് സൂചിപ്പിക്കുന്നത്. അതിനു പിമ്പിലായി വിശേഷ വസ്ത്രാലങ്കൃതമായ കാലുകളിൽ ഉറപ്പിച്ച തടി മുതൽ സ്വർണം വരെയുള്ള ചിത്രാലങ്കൃത കുരിശുകൾ വഹിക്കും. എത്ര കുരിശുണ്ടെങ്കിലും ഒരു തടിക്കുരിശ് നിർബന്ധമാണ്. കുരിശുകൾക്ക് പിമ്പിലായി വിശുദ്ധ സുവിശേഷം മെഴുകുതിരികളുടെ അകമ്പടിയോടെ എഴുന്നള്ളിക്കും. അതിനു പിമ്പിൽ ധൂപകലശവുമായി ശുശ്രൂഷകർ നീങ്ങും. ഏറ്റവും പിമ്പിൽ മേക്കട്ടി അഥവാ നടപന്തലിന്റെ കീഴിലായി മറുഭാസകളുടെയും കിലുക്കുമണികളുടെയും അകമ്പടിയോടെ പൂർണ്ണ അംശവസ്ത്രവും വെട്ടുതൊപ്പിയും ധരിച്ച പുരോഹിതൻ കൈയിലേന്തിയ സ്ലീബ കൊണ്ട് ദേശത്തെയും ദേശക്കാരെയും അനുഗ്രഹിച്ചുകൊണ്ട് നടന്നു നീങ്ങും. തീവട്ടി, കുത്തുവിളക്ക്, വാദ്യമേളങ്ങൾ ഇവ പ്രദക്ഷിണത്തിന്റെ ഭാഗമാണ്. കിലോമീറ്ററുകളോളം നീളുന്ന വലിയ പ്രദക്ഷിണങ്ങൾ മുതൽ ചുരുക്കത്തിൽ പള്ളിക്ക് ചുറ്റും നടത്തുന്ന ചെറിയ പ്രദക്ഷിണങ്ങൾ വരെ ഏറിയും കുറഞ്ഞും ഇതേ രീതിയിലാണ്. പ്രദക്ഷിണ സമയം മുഴുവൻ മണി അടിച്ചുകൊണ്ടിരിക്കുകയും കതിരാ വെടിവെക്കുകയും ചെയ്യും. കുന്നംകുളം അർത്താറ്റുപള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് പൂതനും തിറയും എഴുന്നള്ളുന്ന ചടങ്ങ് ഇപ്പോഴുമുണ്ട്. കേരളത്തിലെ ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളുമായും മലങ്കര സഭ പൊരുത്തപ്പെട്ടതിന്റെ പ്രതീകമായി വേണം ഇത് കാണാൻ. പെരുന്നാൾ കൂടാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് സദ്യ നൽകുന്ന പതിവും മലങ്കര സഭയുടെ കീഴിലെ പല ദേവാലയങ്ങളിലുമുണ്ട്. പെരുന്നാൾ സദ്യ ഒരുക്കുന്നത് പോലും പലയിടങ്ങളിലും ഒരു ഉത്സവ തിമിർപ്പോടെയാണ്. പുതുപ്പള്ളി പള്ളിയിലെ വിറകിടിയിൽ, ചന്ദനപ്പള്ളി പള്ളിയിലെ ചെമ്പ് എടുപ്പ് മുതലായവ ഇങ്ങനെ പെരുന്നാൾ സദ്യ ഒരുക്കാനുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ പെടുന്നു. വിശാലമായ ദേവാലയ അങ്കണത്തിൽ നിരന്നിരുന്ന് സദ്യ ഉണ്ണുന്നവരിൽ പണ്ഡിതനും പാമരനും ധനികനും ദരിദ്രനും എല്ലാവരുമുണ്ട്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് ലോകമെങ്ങും സർവ്വസാഹോദര്യത്തിന്റെ ഭാഗമായാണ് ഗണിച്ചു പോരുന്നത്. പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഈ സദ്യവട്ടങ്ങൾ ആ മഹത്കർമ്മത്തിന്റെ പ്രതീകാത്മകതയാണ്. മത്സ്യമാംസാദികൾ ചേർത്തും അല്ലാതെയുമുള്ള സദ്യവട്ടങ്ങളാണ് പലയിടത്തുമായി ഒരുക്കാറ്. നേർച്ച വസ്തുക്കളായാണ് പെരുന്നാൾ സദ്യക്കുള്ള വിഭവങ്ങൾ മുഴുവനും സ്വരൂപിക്കുന്നത്.
സൂര്യചന്ദ്രാദികൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും ഈ വിദേശികളുമായി യാതൊരു സമ്പർക്കവും ചെയ്യുകയില്ലെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ഇത് സത്യം, സത്യം, സത്യം. ഇന്ത്യൻ മണ്ണിൽ അധിനിവേശത്തിനെത്തിയ പാശ്ചാത്യ ശക്തികളിൽ പ്രമുഖരായ പോർച്ചുഗീസുകാർക്കെതിരെ ആദ്യമുയർന്ന എതിർപ്പിന്റെ ശബ്ദമാണിത്. 1653 ജനുവരി 3 മട്ടാഞ്ചേരി പള്ളിയങ്കണത്തിലെ കുരിശിൽ ആലാത്ത് കെട്ടി അതിൽ പിടിച്ചുകൊണ്ട് ഈ ഉഗ്രശപഥം നടത്തിയത് മലങ്കര നസ്രാണികളാണ്. വിപ്ലവങ്ങളുടെ പട്ടികയിൽപ്പെടുത്താവുന്ന ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂനൻ കുരിശ് സത്യം എന്ന പേരിലാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷേ ഇന്ത്യൻ മണ്ണിൽ പാശ്ചാത്യർക്കെതിരെ മുഴങ്ങിയ ആദ്യ ശബ്ദവുമായിരിക്കാം ഇത്. ആയിരത്തി 498 വാസ്കോ ഡ ഗാമ എന്ന പോർത്തുഗീസ് നാവികൻ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് കപ്പലിറങ്ങിയത് ലോക ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കപ്പെടുന്നതിന്റെ നാന്ദിയായിരുന്നു. കച്ചവടം ലക്ഷ്യമാക്കിയിട്ടായിരുന്നു ഗാമയുടെ വരവ്. പക്ഷേ താമസിയാതെ ഈ മണ്ണിൽ ആധിപത്യം ഉറപ്പിക്കുക എന്നത് പോർട്ടുഗീസുകാരുടെ ലക്ഷ്യമായി. ആ നീക്കത്തിൽ ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു. കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ മാത്രമല്ല, ആധ്യാത്മിക സഭകളുടെ മേലും ആധിപത്യം നേടുക എന്നതും പോർച്ചുഗീസ് ലക്ഷ്യമായിരുന്നു. കേരളത്തിൽ അന്നത്തെ പ്രബല സമുദായമായ മലങ്കര നസ്രാണികളുടെ മേൽ ആധിപത്യം നേടിയാൽ അത് തങ്ങളുടെ വാണിജ്യ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ സഹായകരമാകും എന്ന് പോർട്ടുഗീസുകാർ മനസ്സിലാക്കി. പോർച്ചുഗീസുകാർക്കൊപ്പം വന്ന മിഷണറിമാർ മലങ്കര നസ്രാണികളെ അവരുടെ സ്വതന്ത്രമായ ഭരണരീതികളിൽ നിന്നും തദ്ദേശീയവും പൗരസ്ത്യവുമായ ആരാധനാ രീതിയിൽ നിന്നും മാറ്റി ലത്തീൻ മെത്രാന്മാരുടെ ഭരണത്തിൻ കീഴിലും പാശ്ചാത്യ മാനദണ്ഡമനുസരിച്ചുള്ള ആരാധനാ രീതിയിലേക്കും കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചു. റോമൻ കാത്തോലിക്ക ആർച്ച് ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് കേരളത്തിലെത്തുകയും 1599 ഉദയം പേരൂരിൽ മലങ്കര നസ്രാണികളുടെ ഒരു സുന്നഹദോസ് വിളിച്ചു ചേർക്കുകയും ചെയ്തു. ആ സുന്നഹദോസിൽ വെച്ച് മലങ്കര നസ്രാണികളെ വിശ്വാസത്തിൽ പൂർണ്ണമായും ആചാരാനുഷ്ഠാനങ്ങൾ ഭാഗികമായും ലത്തീൻ കത്തോലിക്ക രീതി സ്വീകരിപ്പിക്കുന്നതിൽ മെനസിസും കൂട്ടരും വിജയിച്ചു. അർക്കദ്യോക്കന്മാരുടെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ ആയുധശക്തിയും പ്രാദേശിക ഭരണാധികാരികളുടെ സഹായവും ഉപയോഗിച്ച് മലങ്കര സഭാംഗങ്ങളെ നിർബന്ധപൂർവ്വം ലത്തീൻ കത്തോലിക്ക രീതിയുടെ വരുതിയിൽ കൊണ്ടുവരികയായിരുന്നു. അന്നുവരെ ഒരൊറ്റ സഭയായി നിലകൊണ്ടിരുന്ന മലങ്കര സഭയിൽ അങ്ങനെ ഭിന്നതയുടെ വിത്തുപാകാൻ മെനസിസിനും കൂട്ടർക്കും സാധിച്ചു. എങ്കിലും ഭൂരിപക്ഷം വരുന്ന സഭാംഗങ്ങൾ ഈ തീരുമാനത്തിൽ അസന്തുഷ്ടരായിരുന്നു. ഈ തീരുമാനങ്ങളിലും നടപടിക്രമങ്ങളിലും എതിർപ്പ് തോന്നിയ മലങ്കര സഭാംഗങ്ങളാണ് 1653 ജനുവരി 3 കൂനൻ കുരിശ് സത്യത്തിലൂടെ തങ്ങളുടെ സഭാ സ്വാതന്ത്ര്യം വീണ്ടെടുത്തത്. യൂറോപ്പിലെ ക്രൈസ്തവ മതത്തേക്കാൾ പുരാതനവും ആചാരാനുഷ്ഠാനങ്ങളിൽ വിശേഷ വിധികളുമുള്ള മലങ്കര നസ്രാണികൾ അങ്ങനെ തങ്ങളുടെ തനിമ വീണ്ടെടുക്കുക കൂടിയായിരുന്നു കൂനൻ കുരിശ് സത്യത്തിലൂടെ.